നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസഫലമാണ്. ഏതൊരു മാസഫലം വിശകലനം ചെയ്യുമ്പോഴും നക്ഷത്രത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം മനസ്സിലാക്കേണ്ടതുണ്ട്. രേവതി നക്ഷത്രം ഹിന്ദു ജ്യോതിഷത്തിലെ 27ാമത്തെ നക്ഷത്രമാണ്, അഥവാ അവസാനത്തെയും നക്ഷത്രമാണ് എന്നതാണ്. ഇത് മീനൻ രാശിയിൽ 16 ഡിഗ്രി 40 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. രാശിചക്രത്തിന്റെ പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്ന ഈ നക്ഷത്രം വ്യക്തികളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. ഈ നക്ഷത്രത്തിന്റെ അധിപഗ്രഹം ബുധനാണ്. ബുധന്റെ ശക്തമായ സ്വാധീനം കാരണം രേവതി നക്ഷത്രക്കാർ ആശയവിനിമയം, ബുദ്ധിപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവ് എന്നിവയിൽ മികവ് പുലർത്തുന്നവരാണ്. നക്ഷത്രത്തിന്റെ ദേവത പുഷൻ ആണ്. പുഷൻ യാത്രയുടെയും പോഷണത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ദേവതയായതിനാൽ രേവതിക്കാർ സ്വതവേ കരുണയുള്ളവരും സംരക്ഷകരും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ കഴിവുള്ളവരുമായിരിക്കും. 2026 പ്രത്യേകിച്ച് ജനുവരിയിൽ അവരുടെ ഈ നക്ഷത്ര സ്വഭാവ ഗുണങ്ങൾ തൊഴിൽ മേഖലയിൽ ഉയർന്ന പദവികൾ നേടാൻ സഹായമാകും. ജനുവരി 2026 ഒരു വിജയവർഷമായി കണക്കാക്കുന്നത് പ്രധാനമായും ഗ്രഹങ്ങളുടെ, അതായത് വ്യാഴം, ശനി എന്നിവ അനുകൂലമായ സ്ഥാനങ്ങളിൽ എത്തുന്നു എന്നതിലാണ്. ഈ അനുകൂല ഗ്രഹസ്ഥിതിയുടെ ഫലമായി തൊഴിൽ മേഖലയിലും വളർച്ചയിലും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് 2026 വർഷം വലിയ ഭാഗ്യവും ആത്മവിശ്വാസമുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. പഴയ കാലഘട്ടം മാറി സമ്പന്നമായ പുതിയ ജീവിതഘട്ടം തുടങ്ങുന്നതിന്റെ ശക്തമായ തുടർച്ച ജനുവരിയിൽ ദൃശ്യമായി തുടങ്ങും. ഈ മാസത്തോടെ പുതിയ പദ്ധതികൾക്ക് മികച്ച തുടക്കമിടാൻ അവസരവും ലഭിക്കും. ജനുവരി മാസത്തെ ഫലം വിശകലനം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇത് പുതിയ ഊർജ്ജത്തെ സ്വീകരിക്കുന്ന മാസമാണ്. വ്യാഴത്തിന്റെയും ശനിയുടെയും അനുകൂല സ്ഥാനം പഴയ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകുകയും കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പ്രധാന ഊന്നൽ തുടക്കത്തിനും അടിത്തറ ഉറപ്പിക്കുന്നതിനായിരിക്കണം. ജനുവരിയിലെ ദൃഢമായ തീരുമാനങ്ങളും ആത്മവിശ്വാസവും 2026 വലിയ വിജയങ്ങൾക്ക് ശക്തമായ വഴിയൊരുക്കും. തൊഴിൽ രംഗത്ത് വളർച്ചയും സ്ഥിരതയും പ്രതീക്ഷിക്കുന്ന മാസമാണ് ജനുവരി. വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വലിയ വിജയവും ശ്രദ്ധയും പ്രശസ്തിയും നേടാൻ കഴിയും. വ്യാഴത്തിന്റെയും ശനിയുടെയും ശക്തമായ സ്വാധീനം തൊഴിൽപരമായ വളർച്ച ഉറപ്പാക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്നതും മാന്യമായ സ്ഥിതി ഉയരുകയും ചെയ്യുന്നതുമാണ്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ പ്രത്യേകിച്ചും മാർഗനിർദ്ദേശ റോളുകൾ അല്ലെങ്കിൽ ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്തേക്ക് എത്താൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. രേവതി നക്ഷത്രക്കാർ അവരുടെ കരിയറിൽ ഒരു ട്രാൻസിഷൻ ഘട്ടത്തിലാണ് സഞ്ചരിക്കുന്നത്. വ്യാഴത്തിന്റെ അനുഗ്രഹം നക്ഷത്രത്തിന്റെ മാർഗനിർദ്ദേശ സ്വഭാവവും കൂടി ചേരുമ്പോൾ ഇത് കേവലം സാമ്പത്തിക നേട്ടത്തേക്കാൾ ഉപരിയായി അധികാരവും ഉത്തരവാദിത്വം വർദ്ധിക്കുന്ന റോളുകളിലേക്ക് ഉയരാൻ അവസരം നൽകും. ഈ മാസം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. 2026 വർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളും സമാപനവും പൂർത്തീകരണവും കൊണ്ടുവരുന്നതിനാൽ ജനുവരിയിൽ പഴയ ജോലികൾ തീർത്ത് പുതിയ ചുമതലകൾ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കണം. ബിസിനസ് രംഗത്തുള്ളവർക്ക് ജനുവരിയിലെ വളർച്ച സാധ്യതയെക്കുറിച്ച്, പുതിയ പങ്കാളിത്തങ്ങളെക്കുറിച്ചും വിവരമുള്ളതായിരിക്കാം. സംരംഭകർക്ക് പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും ബിസിനസ് വികസനത്തിന് മികച്ച അവസരങ്ങൾ ഉപയോഗിക്കാനും പറ്റിയ സമയം കൂടിയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവുകയും വിപണിയിലെ നിങ്ങളുടെ പ്രശസ്തി ഉയരുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുവെ സ്ഥിരത നിലനിർത്താൻ സാധിക്കുന്ന മാസമാണ് ജനുവരി. 2026 വർഷം പൊതുവെ ധനസൗഭാഗ്യവും സ്ഥിരമാകുന്ന വർഷവുമാണ്. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള ആദ്യപാദം സാമ്പത്തിക നേട്ടങ്ങളെയും വരുമാന വർധനവിനെയും പിന്തുണയ്ക്കും. ഈ മാസങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ക്രമീകരിക്കുന്നതിനാണ് പ്രധാനം നൽകേണ്ടത്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം കടബാധ്യതകൾ തീർക്കാനും നിലവിലെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കാനും ജനുവരി അവസരം നൽകുന്നു എന്നതാണ്. ഈ മാസത്തിലെ നേട്ടങ്ങൾ ഉപയോഗിച്ച് വർഷത്തിന്റെ മധ്യത്തിൽ, അതായത് ജൂലൈ ഓഗസ്റ്റ് വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക കാര്യങ്ങളിലെ ശ്രദ്ധയോടെയുള്ള ബജറ്റിംഗ്, ആവശ്യമായ സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാകണം എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. അതിനാൽ ജനുവരിയിലെ വരുമാനം ലാഭിക്കുന്നതിനും കടങ്ങൾ കുറയ്ക്കുന്നതിനും ഉപയോഗിക്കണം. ജനുവരിയിൽ സാമ്പത്തിക പദ്ധതികൾ അവലോകനം ചെയ്യുകയും ഭാവിയിൽ ശക്തമായ ഒരു ബഡ്ജറ്റ് രൂപീകരിക്കുകയും ചെയ്യുന്നത് വർഷാവസാനം ലക്ഷ്യമിടുന്ന സാമ്പത്തിക സ്ഥിരതയിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുന്നതാണ്. പൊതുവെ ബന്ധങ്ങളിൽ സൗഹൃദവും സമാധാനവും നൽകുന്ന വർഷമാണ് ഈ 2026. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും. ജനുവരി മാസത്തിൽ വൈകാരിക ബന്ധങ്ങൾക്ക് വലിയ പിന്തുണ ലഭിക്കുന്നതാണ്. പ്രണയജീവിതം കൂടുതൽ കരുണയും പിന്തുണയും നൽകുന്നതായി തോന്നും. ബന്ധങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും കുടുംബസുഖം അനുഭവപ്പെടുകയും ചെയ്യും. വിവാഹം പോലുള്ള ദീർഘകാല പ്രതിബദ്ധതകൾക്ക് ഒക്ടോബർ മാസത്തോടെ കൂടുതൽ അനുകൂലമായ സാഹചര്യം രൂപപ്പെടുമെങ്കിലും അതിന്റെ ചർച്ചകൾ, വൈകാരികമായ അടുപ്പം ജനുവരിയിലാണ് ശക്തിപ്പെടുക. എങ്കിലും ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾ മുൻകൂട്ടി കാണണം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ചെറിയ അകൽച്ചയോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനുവരിയിലെ വൈകാരിക ഊർജ്ജം ഉപയോഗിച്ച് ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും പ്രാധാന്യം ഉറപ്പിക്കണം.
ഇത് ദീർഘകാല ബന്ധങ്ങൾ ശക്തമാക്കാൻ സഹായിക്കും. രേവതി നക്ഷത്രക്കാർക്ക് 2026 ആരോഗ്യനില മെച്ചപ്പെടുന്ന വർഷമാണ്. പൊതുവിൽ ആരോഗ്യം മെച്ചപ്പെടും. പുതിയ ഊർജ്ജവും ലഭിക്കുകയും ഉന്മേഷം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. മാനസിക ആരോഗ്യത്തിന് കൂടുതൽ കരുതൽ നൽകണം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നത് മാനസിക ഉത്കണ്ഠകളെ കുറയ്ക്കാൻ സഹായിക്കും. ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും ശക്തമായ അനുഗ്രഹം ലഭിക്കുന്നതിനാൽ ആത്മീയ വളർച്ചയ്ക്കും മനസ്സമാധാനത്തിനും ഇത് മികച്ച സമയമാണ്. ദൈവാനുഗ്രഹം ലഭിക്കുന്നതിലൂടെ മാനസിക കരുത്ത് വർദ്ധിക്കുകയും ആത്മീയ വളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. ഗ്രഹനില അനുകൂലമാണെങ്കിലും കർമ്മഫലദാതാവായ ശനിയുടെ സ്വാധീനം നാം അവഗണിക്കരുത്. ഓരോ വ്യക്തിയുടെയും കർമ്മഫലങ്ങളെയാണ് ശനി നിയന്ത്രിക്കുന്നത്. 2026 കഷ്ടകാലത്തിൽ നിന്ന് മോചനം നൽകുന്നുണ്ടെങ്കിലും ശനിയുടെ ദോഷങ്ങൾ പൂർണ്ണമായും അവസാനിക്കണമെന്നൊന്നുമില്ല. ഈ സമയത്തെ പരിഹാരങ്ങൾ എന്നത് ദോഷഫലങ്ങളെ ഒഴിവാക്കാനും മാർഗം മാത്രമല്ല, ലഭിച്ച ഭാഗ്യത്തെ നിലനിർത്താനും ആത്മീയമായ അടിത്തറ ശക്തിപ്പെടുത്താനുള്ള മാർഗം കൂടിയാണ്. ജനുവരിയിൽ ശരിയായ ജ്യോതിഷപരമായ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നത് ശനിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ 2026 വിജയങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനും സഹായമാകുന്നതാണ്. ശനി ഗായത്രി മന്ത്രവും ശനി മൂലമന്ത്രവും ദിവസേനയുള്ള ജപത്തിൽ ഉൾപ്പെടുത്തുന്നത് കർമ്മ മേഖലകളിലെ തടസ്സങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. ശനിയാഴ്ച വ്രതം ആചരിക്കുന്നത് ശനിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. കൂടാതെ ശനി ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിന് ശാസ്താഭജനവും നടത്തുന്നത് നല്ലതാണ്. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വലിയ ആത്മീയ പ്രാധാന്യമുള്ളതാണ്. പാവപ്പെട്ടവർക്കും രോഗികളെയും സഹായിക്കുകയും ചെയ്യുന്നത് ശനിയാഴ്ചകൾ ചെയ്യുന്നത് ശുഭകരമാണ്. ഹനുമാൻ ചാലിസ, ദശരഥ ശനി സ്തോത്രം, ശനീശ്വര കവചം തുടങ്ങിയവ ജപിക്കുന്നത് പ്രതിസന്ധി കാലഘട്ടങ്ങളെ സംരക്ഷണം നൽകാൻ സഹായിക്കും. വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനമനുസരിച്ച് പരിഹാരങ്ങളിലൊക്കെ വ്യത്യാസം വരാം. കൃത്യമായ പരിഹാരങ്ങൾ ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശത്തോടെ ചെയ്യുന്നത് ഉചിതമായിരിക്കും.